വി.എസ്. അച്യുതാനന്ദൻ അച്ചടക്ക ലംഘനം തുടരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം. പാർട്ടിക്ക് നൽകിയ കത്ത് ഒരു മാധ്യമത്തിന് ചോർത്തി നൽകിയത് അച്ചടക്ക ലംഘനത്തിന് ഉദാഹരണമാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വി.എസ്. ആരോപണങ്ങൾ തുടരുന്നത് വിഭാഗീയ ഉദ്ദേശത്തോടെയാണ്. പാർട്ടി നേരത്തെ തള്ളിയ ആരോപണങ്ങളാണ് വി.എസ്. ഉന്നയിക്കുന്നത്. പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി.എസ്. തരം താണുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം വ്യക്തമാക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ പാർട്ടിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിൽ വന്നതിലൂടെ അദ്ദേഹം കത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ നേരത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതായതിനാൽ ഇത് അനവസരത്തിലുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ടാണ് തള്ളിയത്. TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് പാർട്ടിക്കെതിരെ കൊലക്കുറ്റം ആരോപിച്ച് പ്രചരണ പ്രളയം സൃഷ്ടിച്ചപ്പോൾ വി.എസ്. പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ വി.എസിനെ ശാസിക്കാൻ പരസ്യമായി തീരുമാനിച്ചു. വി.എസ്. ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് വലതുപക്ഷ വ്യതിയാനമെന്ന വി.എസിന്റെ കുറ്റപ്പെടുത്തൽ കേന്ദ്ര കമ്മിറ്റി തള്ളി. SNC ലാവലിൻ കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിക്കെതിരായി വി.എസ്. ഉന്നയിച്ച പഴയ ആരോപണത്തിൽ കഴമ്പില്ലെന്നും പോളിറ്റ് ബ്യൂറോയും CCയും കണ്ടെത്തിയിരുന്നു. വിഭാഗീയ ഉദ്ദേശത്തോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടരുന്നു എന്നാണ് രേഖയിലൂടെ വ്യക്തമാകുന്നത്. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. പാർട്ടി അംഗീകരിച്ച പൊതുനിലപാടിൽ നിന്ന് വ്യത്യസ്തമായ പരസ്യപ്രസ്താവനകൾ വി.എസിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അതേ നിലപാട് തുടരുകയും പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി.എസ്. തരം താണിരിക്കുന്നു എന്നും പ്രമേയത്തിൽ പറയുന്നു. വിഭാഗീയ നിലപാടുകൾ ഉപേക്ഷിച്ച് പാർട്ടി ഐക്യം വളർത്താനുള്ള പൊതുവികാരത്തിലാണ് സഖാക്കളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയിൽ ആകെ ഉയർന്നുവരുന്ന കൂട്ടായ്മയുടെയും യോജിപ്പിന്റേതുമായ ഈ അന്തരീക്ഷത്തിൽ വിഭാഗീയ ഉദ്ദേശത്തോടുകൂടി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നുവെന്നും പ്രമേയം വ്യക്തമാക്കുന്നു. KG ദിനകർ, ആലപ്പുഴ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം അവജ്ഞയോടെ തള്ളുന്നുവെന്ന് വി.എസ്. അച്യുതാനന്ദൻ. താൻ പോളിറ്റ് ബ്യൂറോയ്ക്കാണ് കത്ത് നൽകിയത്. മറുപടി നൽകേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണെന്നും വി.എസ്. പ്രതികരിച്ചു. PBയുടെ മറുപടിക്ക് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നും വി.എസ്. അറിയിച്ചു. വന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ആധാരമാക്കിയാണ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അത് കേരളത്തിൽ പാർട്ടിയിൽ സംഘടനാ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും പാർട്ടി സഖാക്കൾക്കെതിരായി ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളും നടപടികളും സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാനതെല്ലാം സംസാരിച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ ആധാരമാക്കിയായിരിക്കും വിജയൻ ഇന്ന് ഇതേ സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞു. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. ഞാനൊരു കത്തയച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എൻ്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. CPIM സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ കൊടിയുയർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം G. സുധാകരനാണ് പതാക ഉയർത്തിയത്. പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കും. ആവേശമുറ്റിരുന്ന അന്തരീക്ഷത്തിൽ 6:40 ചെമ്പതാക വാനിലേക്ക് ഉയർന്നു. സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി G. സുധാകരനാണ് പതാക ഉയർത്തിയത്. ചെങ്കൊടി വാനിലുയർന്നതോടെ അന്തരീക്ഷം അഭിവാദ്യ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായി. ചുവപ്പ് സേനാംഗങ്ങൾ രക്തപതാകയ്ക്ക് സല്യൂട്ട് നൽകി. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ജില്ലയിലെ 45 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 15 ദീപശിഖകൾ ചടങ്ങിൽ കൈമാറി. ഒപ്പം പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രതിനിധി സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും നേതാക്കൾ ഏറ്റുവാങ്ങി. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ TM തോമസ് ഐസക് അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി G. സുധാകരൻ ചടങ്ങിൽ സംസാരിച്ചു. പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നതോടെ സമ്മേളന നടപടികൾക്ക് ഔപചാരിക തുടക്കമായി. ചെങ്കൊടി ഉയർന്നു. ഇനി പുന്നപ്രയുടെ വിപ്ലവ മണ്ണിൽ 4 ദിനം തൊഴിലാളി വർഗത്തിന് ഉത്സവ നാളുകൾ.
ആലപ്പുഴയിൽ നിന്നും സാലി മുഹമ്മദ്. വിവാദ വ്യവസായി നിസാമിനെ രക്ഷപ്പെടുത്തുന്നതിനായി മുൻ കമ്മീഷണർ ഇടപെട്ടതായി ആരോപണം. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഐജിയെ ചുമതലപ്പെടുത്തിയതായി ADGP ശങ്കർ റെഡ്ഡി അറിയിച്ചു. കേസിൽ ഒരു ഇടപെടലും അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിസാമിനെ കാണാനല്ല ജയിലിൽ പോയതെന്ന് PA മാധവൻ MLA പറഞ്ഞു. മുഹമ്മദ് നിസാം കസ്റ്റഡിയിലിരിക്കെ ഉയർന്ന IPS ഉദ്യോഗസ്ഥൻ നിസാമിനെ കണ്ട് 1.5 മണിക്കൂർ രഹസ്യമായി സംസാരിച്ചു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. തുടക്കത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസുകാർക്ക് നിസാം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത വിവരവും നേരത്തെ വാർത്തയായിരുന്നു. IPS ഉദ്യോഗസ്ഥന്റെ നിസാമുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതോടെ സംഭവം IGയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് ഉത്തരമേഖല ADGP ശങ്കർ റെഡ്ഡി അറിയിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉന്നത ഇടപെടൽ നടന്നു എന്ന ആരോപണത്തിന് അടിവരയിടുന്നതാണ് IPS ഉദ്യോഗസ്ഥന്റെ നിസാമുമായുള്ള കൂടിക്കാഴ്ച. എന്നാൽ ഒരു ഇടപെടലും അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസ് ഏറെ വിവാദമായി നിൽക്കുമ്പോഴാണ് മണലൂർ MLA PA മാധവനും തൃശൂർ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടിയും വിയ്യൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് നിസാമിനെ സന്ദർശിച്ചു എന്ന ആരോപണം ഉയർന്നത്. എന്നാൽ സെൻട്രൽ ജയിലിൽ പോയത് ഉപദേശക സമിതി യോഗത്തിനാണെന്ന് PA മാധവൻ മാധ്യമങ്ങളെ അറിയിച്ചു. ഞാൻ 3-ാം തീയതി 4 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോയിരുന്നു. അത് 15 ദിവസം മുമ്പ് അറിയിച്ച ജയിൽ അഡ്വൈസറി ബോർഡ് യോഗത്തിനാണ് ഞാൻ പോയത്. ഏതെങ്കിലും വിധത്തിൽ നിസാമിനെ ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തു എന്ന് ഒരു ചെറിയ തെളിവ്, അതിൻ്റെ കൃത്യമായി രേഖാചിത്രം ഒന്നും വേണ്ട, ഒരു ചെറിയ തെളിവ് തന്നാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം, പൊതുജീവിതം അപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കും. ചന്ദ്രബോസിന്റെ കൊലപാതകം പഴുതുകളില്ലാതെ അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടാണ് ചന്ദ്രബോസിന്റെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടീസ്റ്റ സെതൽവാദിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ടീസ്റ്റയുടെ അറസ്റ്റ് സംബന്ധിച്ച് ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ടീസ്റ്റയെ അറസ്റ്റ് ചെയ്തത് എന്ത് സാഹചര്യമാണ് ഉണ്ടായതെന്നും കോടതി ചോദിച്ചു. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലുണ്ടായ വംശഹത്യയുടെ ഇരകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ടീസ്റ്റ സെൽവാദിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ നീക്കമാണ് സുപ്രീം കോടതി തടഞ്ഞത്. ഗുജറാത്ത് കലാപത്തിനിടെയുണ്ടായ ഗുൽബർഗ് കൂട്ടക്കൊലയിൽ ഇരയായവർക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കാനായി ശേഖരിച്ച തുകയിൽ വെട്ടിപ്പ് നടത്തിയ കേസിലാണ് തീസ്തയ്ക്കെതിരെ ഗുജറാത്ത് സർക്കാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ തീസ്ത സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞു. സാമ്പത്തിക ശേഖരം സംബന്ധിച്ച് തീസ്തയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യം വേണ്ടത്. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് ചെയ്യൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. സ്വാതന്ത്ര്യത്തിന് പരിധികളില്ല. പക്ഷേ അതിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തെ ICUവിൽ ഇടാനാകില്ലെന്നും കോടതി പരാമർശം നടത്തി. The court has continued the interim relief granted to Teesta, which is that the police cannot arrest her until the judgment is pronounced, and they have made it clear that this is not a case for arrest or custodial interrogation. തീസ്തയെയും ഭർത്താവ് ജാവേദ് ആനന്ദിനെയും അറസ്റ്റ് ചെയ്യാനാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും സർക്കാർ അനുമതി വാങ്ങിയത്. ഇതേ തുടർന്ന് തീസ്ത ഒളിവിലായിരുന്നു. അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ കൈവശമുള്ള സാമ്പത്തിക രേഖകൾ ഗുജറാത്ത് പോലീസിന് സമർപ്പിക്കാനും സുപ്രീം കോടതി തീസ്ത സെൽവാദിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കർ വധക്കേസിൽ ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യും. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുക. ഇതിനിടെ സുനന്ദ പുഷ്കർ കൊലക്കേസിൽ മുൻ കേന്ദ്രമന്ത്രി മനീഷ് തിവാരിയെ പോലീസ് ചോദ്യം ചെയ്തു. വിമാനത്തിൽ സുനന്ദയും തരൂരും വഴക്കിട്ടതായി മനീഷ് തിവാരി മൊഴി നൽകിയതായാണ് സൂചന.